മധുരം കഴിച്ച് കിറിങ്ങി നിൽക്കാന്ന് പറയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു ഈ ഒരു വീഡിയോ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കേട്ടോ. സ്വീറ്റ് ക്രേവിങ്സ് എന്ന് പറഞ്ഞിട്ട് റുവിയിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു ജ്യൂസും മൊയ്റ്റോസും ഡെസേർട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. ഐസ്ക്രീംസ് ഒക്കെ കിട്ടുന്ന, കോഫീസൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ഷൂട്ടിനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ കണ്ണൂർ കോക്ടെയിൽ പൊള്ളിയാട്ടോ. എന്തൊരു റിഫ്രഷിംഗ് ആണെന്നറിയോ ഈ ഒരു ചൂട് സമയത്ത്. പിന്നെ അവരുടെ കുറേ ഐറ്റംസ് ട്രൈ ചെയ്ത് നോക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിച്ചു നോക്കാതെ ഒരു റിവ്യൂ പറയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചാണെങ്കിലും കുറച്ച് എല്ലാത്തിന്നും കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് എല്ലാത്തിന്നും കഴിച്ചപ്പോഴേ കുറേ ഐറ്റംസ് ഉണ്ടായതുകൊണ്ട് തന്നെ ലാസ്റ്റ് മധുരം കഴിച്ചിട്ട് ഒരു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. ലാസ്റ്റ് എനിക്ക് തോന്നിയ ഒരു രസമോ, അതായത് ചൂടും എരിവൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ആയേനേ എന്നുള്ളൊരു തോന്നൽ വന്നു കേട്ടോ. ശരിക്കും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ഒരു ഫുഡ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ തന്നെ ഈ ഒരു ഫുഡൊക്കെ കഴിച്ച് തീർക്കുമോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ പറ്റാറേ ഇല്ല കേട്ടോ. നമ്മൾ ഫുഡൊക്കെ മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ അത് കണ്ട് എന്നെ വയറ് നിറയാറുണ്ട്. പിന്നെ അതിൻ്റെ റിവ്യൂ പറയണമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഓരോന്ന് കഴിച്ചു നോക്കും. കഴിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കാതെ നമുക്കൊരു റിവ്യൂ പറയാനായിട്ട് കഴിയില്ലല്ലോ. ബാക്കി അതിൽ നിന്ന് ആ ഒരു ടേസ്റ്റ് നോക്കി ആകുമ്പോഴേക്കന്നെ ലാസ്റ്റ് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുമ്പോഴും ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് വയറ് നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഫുഡ് കാണുമ്പം തന്നെ വയറ് ഫുള്ളായിരിക്കുന്ന സമയത്ത് ഫുഡ് കാണുമ്പോഴുള്ള അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥ എങ്ങനെയാണോ ഉണ്ടാവുക അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഫുഡ് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കുന്നത് കുറവായിരിക്കും, നോർമൽ കഴിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പോവുക. അവർക്കും എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമല്ലോ. ഫുഡ് വേസ്റ്റ് ആക്കുക എന്ന് പറയുന്ന കാര്യം എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വിചാരിക്കുന്ന പോലെ ആൾക്കാരൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റായി പോകുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഫുഡ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പോയാലുള്ള നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫുഡ് വീഡിയോസിലൊക്കെ കാണുന്ന എല്ലാ ഫുഡും മുഴുവനായിട്ടൊന്നും നമ്മൾ കഴിക്കാറില്ല കേട്ടോ.